ഹലോ. അപ്പോൾ ഇന്ന് മലയാറ്റൂർ പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡും കൂടാണ് ഞങ്ങൾ പോകുന്നത്. രാവിലെ ഒരു 4 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കൊല്ലത്തു നിന്നാണ് ഞങ്ങളുടെ വീട്. അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ കാറിലാണ് പോയത്. പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അതിൽ കുറേ കാഴ്ചകളുണ്ട്. പിന്നെ കുറേ പള്ളികളുണ്ട്. അതിലൊരു പള്ളിയായത്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. കാരണം ഒറ്റ സ്ട്രെച്ചിന് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ഇറങ്ങി നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത്. അവിടുന്ന് നമ്മൾ നേരെ പിന്നെ എത്തുന്നത് മലയാറ്റൂരോട്ടാണ്. വേറെങ്ങും നമ്മൾ വണ്ടി നിർത്തിയില്ല. മലയാറ്റൂർ കുറേ പേരിങ്ങനെ കുറേ അമ്മമാരിങ്ങനെ മെഴുകുതിരിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാതെ ഇറങ്ങിയോണ്ട് നേരെ പോയി ഒരു കുഞ്ഞൊരു തട്ടുകടയിൽ പോയി ഫുഡ് കഴിച്ചു. രാവിലെ ഉണ്ടെങ്കിൽ ഫുഡ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ മല കയറാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ഒരു ഫിഫ്ത്തിലോ ഫോർത്തിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. പിന്നെ ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ടൈമാണ്. ഇപ്പോൾ ഭയങ്കര മാറ്റമാണ്. അന്ന് ഇങ്ങനെ അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ അന്തം വിട്ടു. അത്രയ്ക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ കയറുന്ന വഴിക്ക് ഒരു 14 കുരിശടി പോലുണ്ട്. ആ കുരിശടിയിലെല്ലാം കയറി നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ടാണ് കയറിയത്. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു. പീരീഡ്സും കൂടെ ആയിരുന്നു. അപ്പം പതുക്കെ ഇരുന്നൊക്കെ കയറി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ 11 മണിയോ എന്തോ ഈ സത്യം എനിക്ക് വൈകാത്തോണ്ടാണ് അത്രയും താമസിച്ചത്. പിന്നെ നമ്മൾ ആ മണ്ഡപത്തിൽ കയറി പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടത് ഒരു ആന കുത്തിയ പള്ളി. അതിൻ്റെ ഐതിഹ്യം എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും എന്തോ പണ്ടെന്തോ ഒരു ആന കുത്തിയിട്ട് പോലും പൊളിയാത്ത പള്ളി, അങ്ങനെ എന്തോ ഒരു ഐതിഹ്യമാണ് ഇതിനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മലയാറ്റൂർ വന്ന് മെയിനായിട്ട് കാണുന്നത് ഈ തോമസ് ലീഹയുടെ കാൽപ്പാദമാണ്. അതും എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് വലിയ കാര്യമായിട്ട് ഐതിഹ്യമൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരെ മല ഇറങ്ങി തുടങ്ങി. വലിയ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ രീതിക്ക് ചൂടൊന്നും എടുത്തില്ല. നമ്മൾ സ്മൂത്തായിട്ട് ഇറങ്ങാൻ പറ്റി. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയതെന്ന് പറഞ്ഞാൽ അൽഫോൺസാമ്മയുടെ പള്ളിയിലാണ്. അവിടെ പോയി കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അവിടെ നമ്മൾ കൊന്തയും മേടിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ടൊരു 6 മണിയായപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.